സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. ശത്രുക്കൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ പ്രതികരണം ഇപ്പോൾ നിർണായകവും ശക്തവും ലോകത്തിന് ദൃശ്യവുമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗുജറാത്തിലെ ഏകതാ പ്രതിമയിൽ സംസാരിക്കവെ ഓപ്പറേഷൻ സിന്ദൂർ ശത്രുരാജ്യത്ത് പ്രവേശിച്ച് തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആരെങ്കിലും ഇന്ത്യയുടെ നേരെ കണ്ണുയർത്താൻ ധൈര്യപ്പെട്ടാൽ ഇന്ത്യ ശത്രുരാജ്യത്തിന്റെ പ്രദേശത്ത് കടന്ന് തിരിച്ചടിക്കുന്നുവെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഇന്ന് പാകിസ്ഥാനും തീവ്രവാദത്തിന്റെ ഹാൻഡ്ലർമാർക്കും ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണെന്നറിയാം. രാജ്യത്തിന്റെ ഉറച്ച സുരക്ഷാ നിലപാട്, ആത്മാഭിമാനവും ഐക്യമുള്ളതുമായ ഇന്ത്യയെക്കുറിച്ചുള്ള സർദാർ പട്ടേലിന്റെ കാഴ്ചപ്പാടുമായി ബന്ധിപ്പിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. രാഷ്ട്രീയ ഏകതാ ദിവസത്തിന്റെ വേദി ഉപയോഗിച്ച് പ്രധാനമന്ത്രി കോൺഗ്രസിനെ ആക്രമിക്കുകയും ചെയ്തു. പട്ടേലിന്റെ കാഴ്ചപ്പാട് കോൺഗ്രസ് മറന്നുപോയി എന്നും അദ്ദേഹം ആരോപിച്ചു. ബാഹ്യ ഭീഷണികൾക്ക് മാത്രമല്ല, നക്സലിസം, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ ആഭ്യന്തര വെല്ലുവിളികൾക്കും എതിരെയുള്ള സർക്കാരിന്റെ സമീപനത്തിന് പട്ടേലിന്റെ ആശയങ്ങൾ മാർഗനിർദ്ദേശം നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 മുൻപ് രാജ്യത്തിന്റെ വലിയ ഭാഗങ്ങളിൽ നക്സലൈറ്റുകൾ സ്വന്തമായി ഭരണം നടത്തിയിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ എന്നിവ തകർക്കപ്പെട്ടു. ഭരണകൂടം നിസ്സഹായരായി നോക്കി നിന്നു. ഞങ്ങൾ അർബൻ നക്സലുകൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു. ഇന്ന് അതിന്റെ ഫലങ്ങൾ ദൃശ്യമാണ്. മുൻപ് നക്സൽ ബാധിതമായിരുന്ന 125 ജില്ലകളിൽ നിന്ന് ഇപ്പോൾ 11 എണ്ണം മാത്രമാണ് ശേഷിക്കുന്നത്. നക്സൽ ആധിപത്യം 3 ജില്ലകളിലായി ഒതുങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ ഐക്യത്തിന് കടുത്ത ഭീഷണിയാണെന്നും പ്രധാനമന്ത്രി മോദി മുന്നറിയിപ്പ് നൽകി. വോട്ട് ബാങ്കിന്റെ പേരിൽ മുൻ സർക്കാരുകൾ ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി സൃഷ്ടിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി പോരാടുന്നവർക്ക് രാജ്യം ദുർബലമായാലും പ്രശ്നമില്ല. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്വത്വവും അപകടത്തിലായാൽ ഓരോ പൗരനും അപകടത്തിലാണ്. തന്റെ സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും നീക്കം ചെയ്യാൻ നാം ദൃഢനിശ്ചയം ചെയ്യണം. വൈവിധ്യത്തിലൂടെയുള്ള ഐക്യമെന്ന പട്ടേലിന്റെ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ഉപസംഹരിച്ചത്. ഐക്യമുള്ള ഇന്ത്യയിൽ ആശയങ്ങളുടെ വൈവിധ്യത്തെ ബഹുമാനിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഹൃദയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത്. പ്രസംഗത്തിന് മുൻപ് പ്രധാനമന്ത്രി മോദി സർദാർ പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും സദസ്സിന് ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഏകീകരിക്കുന്നതിൽ പട്ടേലിന്റെ പങ്ക് അനുസ്മരിക്കുന്നതിനായി 2014 മുതൽ എല്ലാ ഒക്ടോബർ 31-നും ദേശീയ ഏകതാ ദിനം ആചരിക്കുന്നു. അതേസമയം വിഭജനത്തിനു ശേഷമുള്ള ആദ്യത്തെ ഭീകരാക്രമണം നടന്ന 1947 തന്നെ കാശ്മീരിലെ തീവ്രവാദികളെ ഫലപ്രദമായി നേരിടേണ്ടതായിരുന്നു. ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ ബാധിച്ച അതേ ഭീകരതയുടെ വികലമായ രൂപമാണെന്ന് ഗുജറാത്തിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞിരുന്നു. 1947 പാകിസ്ഥാനെതിരായ സൈനിക ആക്രമണം പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കാതെ മുന്നോട്ട് പോകുന്നതായിരുന്നുവെന്നും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ വാദിച്ചിരുന്നുവെന്നും, എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന്റെ ഉപദേശം അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.